ഒരു ടയറ് അങ്ങോട്ട് ഇത് കണ്ടു. വലിയ ലീവർ കൊണ്ട് ചെയ്യാൻ പറ്റണ്ടോ? അടിപൊളി. ടയർത്ത് കുളിച്ചു, രക്ഷയില്ല. ഓ, സത്യം തുറന്നു പറഞ്ഞപ്പോ നമുക്ക് രക്ഷപ്പെടാം. ഇതാണ് നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 കിലോമീറ്റർ ആണ് കേട്ടോ ഓടിയിട്ടുള്ളൂ. അപ്പോഴേക്കും ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിൽക്കുന്നത് ഈ റോട്ടിലാണ്. ഈ റോട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വയനാട്ടിനാണ്. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വണ്ടി വയനാട് ചുരം കയറാൻ പോകുന്നത്. താമരശ്ശേരി ചുരം, നമ്മുടെ പപ്പു പറയണ പോലെ ആ ചുരം നമ്മളിന്ന് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇത്ര വലിയ കയറ്റങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി കൊണ്ട് കയറിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യുകയും വേണം. അങ്ങനെ എന്താ പറയുക, ആ 10 വെച്ച് വലിക്കുമ്പോൾ വണ്ടി സിമ്പിളായിട്ട് കയറി പോകണ്ടോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയുകയും വേണം. കാരണം പൊതുവേ ഇതിനൊരു എന്താ പറയുക, വലിയ ഒരു പതിച്ചൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള പതിച്ചിലുള്ളപ്പോൾ കയറ്റത്തെ എങ്ങനെ കയറി പോകേണ്ടത് എന്നുള്ള സംഭവമൊക്കെ ഒരു ഭാഗ്യപരീക്ഷണമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ പേടിച്ച് ഒരു സ്ഥലത്തേക്ക് ഓട്ടം വിളിക്കുമ്പോൾ പോകാണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്താ വരുന്നതെന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ കാണാം അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തി ചായയൊക്കെ കുടിച്ച് വണ്ടിയുടെ ഫ്രണ്ടൊക്കെ മുകളിൽ മുതൽ കഴുകി ചില്ലും കാര്യങ്ങളും ഫ്രണ്ടും ഒക്കെ കഴുകി ക്ലിയറാക്കി തുടച്ച് ഭംഗിയാക്കി എല്ലാം അടിപൊളിയായിട്ടാക്കി. ഗ്ലാസിൻ സൈഡ് മിററും സകല സാധനങ്ങളും തുടച്ച് ഭംഗിയാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നേരെ പെരുന്തുറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നിർത്തിയ സ്ഥലം, രാത്രി നിർത്തിയ ടോള്, ആ പെരുന്തുറ കൂടിയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. പെരുന്തുറയ്ക്ക് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേറെ വഴിയുണ്ട്. വേലന്താവളം വഴിക്കൊക്കെ, ടോളില്ലാത്ത വഴിക്കൊക്കെ വേണമെങ്കിൽ ചെന്ന് പാലക്കാട്ടേക്ക് കയറി പാലക്കാട് നിന്ന് അങ്ങനെ മലപ്പുറം ആ റൂട്ടിയുടെ എന്താ പറയുക മഞ്ചേരി ആ സൈഡിൽ കൂടെ കണ്ടാണ് കയറി പോകുന്നത്. അതിൽ വേണമെങ്കിൽ പോവാം. പക്ഷെ നമ്മൾ അതിലെ പോകുന്നില്ല. നമ്മൾ ഇതിലെ സാധാരണ എന്താ പറയുക ടോള് കൊടുത്ത്, അതായത് പെരുന്തുറ, പിന്നെ നമ്മുടെ കോയമ്പത്തൂർ, പിന്നെ വാളയാറ്, അങ്ങനെ പാലക്കാട് അങ്ങനെ കയറിയിട്ട് പോകുന്നത്. കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡീസലിൻ്റെ കേജൊന്നും വലിയ കാര്യത്തിൽ അനങ്ങിയിട്ടില്ല. ഇനി ഡീസൽ അടിക്കുമ്പോൾ അറിയാം എത്ര വന്നു എന്നുള്ള കാര്യമൊക്കെ. അത് നമ്മൾ പോകുമ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് വാളയാറ് അത്രയും കാലം മുന്നിലുള്ള ഏതെങ്കിലും പമ്പിൽ നിന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മൈലേജിൻ്റെ കാര്യം നമുക്ക് കറക്റ്റ് എത്രയാണെന്നുള്ളത് പറയുകയും ചെയ്യാം. അപ്പോൾ നേരെ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ സ്വാഗതം കേട്ടാ. പോവല്ലേ അജീഷേ? ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. പെരുന്തുറ ടൗണിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പെരുന്തുറ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിൻ്റെ ഉൾവശത്തേക്കൂടെ വരുന്നത്. കേട്ടിട്ടുണ്ട് ഒരുപാട് തവണ പെരുന്തുറ എന്നൊക്കെ, പക്ഷെ വന്നിട്ട് ഉള്ളത് ആദ്യമായിട്ടാണ് കേട്ടോ. കോയമ്പത്തൂർ നേരെ 80 കിലോമീറ്റർ, അവനാശി 41 കിലോമീറ്റർ, കാങ്കയം 32 കിലോമീറ്റർ, അത് ലെഫ്റ്റിലേക്കാണ്. നമുക്ക് നേരെ ആയിട്ടോ പോകേണ്ടത്. തിരുപ്പൂർ നേരെ, ഭവാനിക്ക് 23 കിലോമീറ്റർ അങ്ങോട്ട്, സേലം ഇങ്ങോട്ടേക്ക്. ഇന്നലത്തെ പോലത്തെ ചന്ത. എൻ്റെ പൊന്നെ, ഇന്നലത്തെ ചന്തയുടെ കാര്യം നീ ഓർമ്മിപ്പിക്കല്ലേ. ഏറെക്കുറെ അതേപോലത്തെ ചന്ത തന്നെ കേട്ടത്. നോക്കിയേ, ഈ പച്ചക്കറിക്ക് ഇത്ര തിരക്ക് വൈകുന്നേരം ഈ തമിഴ്നാട്ടിൽ എന്താന്നുള്ളത് ഇതേവരെ മനസ്സിലായിട്ടില്ല. ഇത് വനിതകളുടെ ബസ്സാട്ടോ, വനിതാ ബസ്. ഇതിലാണ് മറ്റവരും കയറുന്നുണ്ടല്ലേ. പെണ്ണുങ്ങൾക്ക് പൈസ വേണ്ട അല്ലേ? അതല്ലേ പിങ്ക് കളർ അടിച്ചിട്ടുള്ളതല്ലേ? എനിക്കിത് അറിയില്ലായിരുന്നു. നേരെ പോയ കോയമ്പത്തൂര്. നമ്മൾ ഡീസലിന്റെ വില ഇവിടെ കണ്ടിട്ടുള്ളത് 94 രൂപ 35 പൈസയാണുള്ളത്. അത് ഭയങ്കര വിലയായല്ലോ. അപ്പൊ ഇനി കയറി പോകുമ്പോ വില കൂടോട്ടോ. നമ്മൾ 92 രൂപ 95 പൈസ വരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ വില കുറഞ്ഞ സ്ഥലം നോക്കിയിട്ട് കുറച്ചും കൂടി പോയിട്ട് ഡീസൽ ഫുള്ളാക്കിയിട്ട് പോവാം. പോവാ ഭാരത് ബെൻസ് പോണ്ട്. അജീഷേ, ആ കാണുന്നതാണ് കേട്ടോ പെരുന്തുറ ബസ് സ്റ്റാൻഡ്. ഇനി നീ പെരുന്തുറ ബസ് സ്റ്റാൻഡ് കണ്ടില്ല എന്ന് പറയരുത്. എൻ്റെ ഒപ്പം വന്നിട്ട് ഞാനാണ് നിനക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലേ? ഇതിനു മുന്നേ നീ കണ്ടോ? കണ്ടോ? ഉണ്ടാവൂന്ന് നിനക്ക് തന്നെ ഉറപ്പൊന്നുമില്ല. വെറുതെ തള്ളി മറിക്കണത്. പോടാ അവിടെ നിന്ന്. നീ കണ്ടിട്ടില്ല, ഇപ്പൊ തന്നെ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടിട്ടുണ്ടാവുന്ന്. ബസ്സിന് എന്തിനു വന്നിട്ടുണ്ട്? വെറുതെ തള്ളേട്ടോ. ഇപ്പൊ വരാത്ത സ്ഥലമൊക്കെ വെറുതെ വന്നിട്ടുണ്ടെന്ന് പറയാന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ട് പെരുന്തുറയിൽ എന്താവശ്യത്തിന് നീ വന്നു? സത്യം തുറന്നു പറഞ്ഞപ്പോ നിനക്ക് രക്ഷപ്പെടാം. നിന്റെ വീട്ടുകാരും കേൾക്കണ്ടാവും. സത്യം തുറന്നു പറഞ്ഞ നീ ഇപ്പൊ രക്ഷപ്പെടാം. നോണയാ. അപ്പൊ പെരുന്തുറ ടൗൺ കഴിഞ്ഞ് ഇനി നേരെ NH-ലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് 544 അല്ലേ അടുത്ത വഴി, അതിലങ്ങോട്ട് പോവാട്ടോ. അതന്നെയാന്ന് തോന്നുന്നു. മെയിൻ കോയമ്പത്തൂർ സേലം ഹൈവേയിലേക്ക് ചെന്ന് കയറും ഈ വഴി. അവിടേക്ക് മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെന്ന് കയറിനോട് കൂടി നമ്മൾ ടോൾ കൊടുക്കേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ വിഷമം. ഒരു 5 കിലോമീറ്റർ പോലും ഇല്ല. അതിനപ്പുറത്തേക്ക് കയറാൻ വഴിയില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് കയറാൻ വഴി ഉണ്ടെങ്കിൽ സുഖമായിരുന്നു അല്ലേ? തൊട്ടപ്പുറത്തേക്ക് കയറാൻ വഴി ഉണ്ടെങ്കിലേ സുഖമായിരുന്നു.
ആരോടെങ്കിലും ചോദിക്കാം, ടോളിൻ്റെ അപ്പുറത്ത് ചെന്ന് കയറാനുള്ള വഴി ഉണ്ടെന്ന് ചോദിക്കാം. ഉണ്ടെങ്കിൽ ആ വഴിക്കാൻ പോവാം. നമ്മളാകെ ടോൾ റോഡിലേക്ക് കയറിയിട്ട് 3 കിലോമീറ്റർ ആണ് കേട്ടോ ഓടിയിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇത് കിട്ടി, എന്താ പറയാ, ടോള് കിട്ടി, പെരുന്തറ ടോള്. ഹാപ്പി ആയി അല്ലേ? 1 കിലോമീറ്ററിന് 100 രൂപ വെച്ചിട്ട് 3 കിലോമീറ്റർ 300 അല്ല 300 ചില്ലാനല്ലേ? 450 450 രൂപയാണുള്ളത്. ഇത് വെച്ചേക്കണു. ട്രക്ക്, ബസ്, 4XL എഴുതി ഉണ്ടാവും. 4XL 6XL ഒക്കെ 480. അതെ, ട്രക്ക് 2XL 770, 1115. എത്രയാണോ? മെസ്സേജ് വരുമ്പോ അറിയാം. എന്റെ കണക്കൂട്ടിൽ 480. ആൾക്കാരില്ലെങ്കിൽ സുഖമായിട്ട് പോവായിരുന്നു. വടിയൊക്കെ പെട്ടെന്ന് പൊതിയാനെ. ആൾക്കാരുള്ളവർക്ക് മാത്രമാണ് ഇത് തുറക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ പെരുന്തുറ ടോൾ പ്ലാസ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നിരിക്കുകയാണ് കേട്ടോ. ഇതെന്തത് ജനറേറ്റർ വണ്ടിയാ? എന്നിട്ടിന്റെ അത് കോൺക്രീറ്റിന്റെ വൈബ്രേറ്റിംഗ് ആ, മുകളിലേക്ക് കയറി പോണതാ, ലാഡർ അതാണോ? ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു മെഷീനെ. ഓ, അത് വലിയ പൈപ്പല്ലേ? ആ പൈപ്പാണോ അത് കേറി പോണെങ്കി? അല്ല, അത് വണ്ടിയുമ്പോ തന്നെ പോരെ? ഇതാണ് കേട്ടോ സംഭവം. റെഡിമിക്സിന്റെ ആണോ? എനിക്കറിയില്ല അതിനെ പറ്റി. എന്തോ ഒരു വണ്ടിയാ നോക്കിയ, തോന്നിയ പോലെ കയറാൻ നോക്കിയ വണ്ടികള്. അച്ചോ, ദേ ആ വണ്ടി ചാലി പോയ. മറ്റേ വട്ടം ഇങ്ങനെ കയറ്റി തോന്നിയ പോലെ ഒക്കെ. ഇത് എന്തിനാ ഇങ്ങനെ നിൽക്കണ വണ്ടി? ഒടിഞ്ഞു പറഞ്ഞു പോയ പോലെയാണല്ലോ. ഇനി കുഴപ്പമില്ല. ഇനി നമുക്കൊരു കോയമ്പത്തൂര് കൊച്ചിൻ, എത്ര കിലോമീറ്ററാ? കൊച്ചിൻ 276 കിലോമീറ്റർ. കോയമ്പത്തൂര് വരെ, പാലക്കാട് വരെ കുഴപ്പമില്ലാണ്ട് ഇതേപോലെ അങ്ങോട്ട് പോവാം. എന്തായാലും 1500 രൂപ ടോള് പോകുന്നുള്ളൂ. പക്ഷെ നല്ല റൂട്ട്, അടിപൊളി, സുഖമായിട്ട് എന്താ പറയുക, അറവയിലിങ്ങനെ പൊക്കോളും വണ്ടി. ചില സ്ഥലത്ത് എക്സൈറ്ററിന്ന് കാലെടുത്ത ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ടിരിക്കുന്ന പോലെ ഒരു അനക്കുണ്ടാവില്ല. എഞ്ചിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരു 60 കട്ടാവുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ പോകും. ബസ്സിനൊക്കെ നല്ല സ്പീഡിൽ പഠിച്ചു പോവാം. ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ലോറികളായിരിക്കും കേട്ടോ ലൈനില്. ഇപ്പൊ ലൈൻ അതന്നെ ഒക്കെ സൈഡില് ഒതുക്കിയിട്ടേക്കുക. ഇതൊക്കെ ഒരു ഊണ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുത്ത് പറപ്പിക്കൽ തുടങ്ങും. പിന്നെ റോഡില് എന്ത് ഇപ്പൊ വണ്ടികൾ വരുന്നതോ? അത് മറ്റേ ഇത് ബസ്സുകള്. ഞാൻ വിചാരിച്ചത് നമ്മുടെ ലോറികളുടെ കാര്യം ഞാൻ പറഞ്ഞു. ലോറികളൊക്കെ ഇറങ്ങേണ്ട സമയമായില്ലോ. നൈറ്റ് സർവീസ് പറഞ്ഞെങ്കിൽ ഇനിയും സമയം എടുക്കും. ഇവിടേക്കൊക്കെ കോയമ്പത്തൂർക്കൊക്കെ അല്ലെങ്കിൽ ഇവിടേക്കൊക്കെ എത്തുമ്പോഴോ 12 മണി, ഒരു 11:30 ആവുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോറികൾ ഇറങ്ങേണ്ട സമയമാണ്. ലോറികൾ മുഴുവൻ ഒരു 7 മണി 8 മണിയൊക്കെ ആവുന്നതോടുകൂടി തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങുന്ന സമയമായി. ലൈനിൽ നല്ല തിരക്കാവും. അപ്പൊ ആ സമയത്ത് ചെറിയ കാറുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറയും. മറ്റുള്ള വലിയ വണ്ടികളാവും കൂടുതൽ രാത്രി ആവുമ്പോൾ. നമ്മൾ കോയമ്പത്തൂര് ടോൾ പ്ലാസയുടെ അവിടെ എത്താറായിട്ട്. കോയമ്പത്തൂരല്ല, കോയമ്പത്തൂർ എത്രയും കാലം മുന്നേയുള്ള ടോൾ പ്ലാസ 4 ലൈനിലെ കോയമ്പത്തൂർ ടോൾ പ്ലാസ എന്ന് പറയുമ്പോൾ നമ്മളുടെ LNT റോഡിലല്ലേ വരിക. ഇത് ഇവിടത്തെയാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ശരിക്കും വേണമെങ്കിൽ 2 ടോളും കൊടുക്കാണ്ട് നേരെ വന്ന് ചാടാനുള്ള വഴി ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര എളുപ്പത്തിലും ഇത്ര സുഖത്തിലും വരാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം നോക്കിയപ്പോൾ മറ്റേത് 385, ഇത് 515 ആണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വഴിക്ക് വന്നത്. കോയമ്പത്തൂർ നമുക്ക് LNT റോഡിൽ വേറെ ടോൾ പ്ലാസ ഉണ്ട്. ഈ വണ്ടിയുടെ ബാക്കിലാവും പിടിക്കാവും നന്നാവും. അത് ചെറിയ ഇതാണ്. ഇത് ചെറുതാ. ഇപ്പോൾ പിടിച്ചിട്ടുള്ളത് ചെറുതാ, മറ്റേത് വലുതായിരുന്നു. ശരിക്കും നമുക്ക് ഈ ടോളൊന്നും കൊടുക്കാണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമായിരുന്നു കേട്ടോ. ആ വഴിക്ക് നമ്മൾ വന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ ഹൈവേ കട പിടിച്ച് നല്ല വഴിക്കട സുഖമായിട്ട് പോരാൻ പറ്റും. മറ്റേത് ആ വഴിക്ക് റോഡ് പണി നടക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സിംഗിൾ റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ വഴിക്ക് പോകുന്നില്ല. സംഭവം വലിയ കിലോമീറ്റർ ഒന്നും കൂടുതലില്ല എന്നുണ്ടല്ലോ എടാ ജീഷ ആ വഴിക്ക് വരുന്നത്? സിംഗിൾ റോഡാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കുഴപ്പമില്ല, പൈസ പോയാലും വേണ്ടില്ല. അവിടെ 385 രൂപ പോയത് ആ ടോളിൽ. ഇവിടെ 515 555 കണ്ടാന്നുകൊണ്ട്. എന്നാലും കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് ഈ റൂട്ടിൽ എടുത്തേ. അപ്പം അതിന് ഭക്ഷണം കഴിക്കണ്ടായി. മറ്റേ റൂട്ടിൽ കയറി പിന്നെ നിർത്താൻ. ഏത് റൂട്ടിൽ കയറിയാ? റൂട്ടിൽ കയറിയ പിന്നെ നിർത്താനുള്ള. അപ്പം അതിന് മുന്നേ കഴിക്കാം. ഇപ്പം സമയം എത്രയായി?
സമയം 9:17. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്താം. അപ്പോൾ അടുത്തായി തന്നെ എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത കാര്യം. കാരണം വേറെ ഒന്നല്ല, ഞങ്ങൾ ഉച്ചക്കലത്തെ ഫുഡ് ഒരു സുഖമായില്ല. പിന്നെ ഉള്ളത് ഒരു ചായ കുടിച്ചായിരുന്നു. ചായ കുടിച്ചപ്പോൾ ഒരു ബിസ്ക്കറ്റ് പോലത്തെ എന്തോ ഒരു സാധനം കഴിച്ചു. അടുപ്പിച്ച് നിർത്തും. കൂടി ഇനിയിപ്പോൾ ഇടിച്ചു കളയേണ്ടി വരുമോ? വെൽക്കം. എന്താണ് ശരിയാവണ്ടല്ലോ. ചില ടോൾ പ്ലാസയിൽ റീഡ് ആവാൻ കണ്ടമാനം ടൈം എടുക്കൂല, ചിലവർക്ക് പെട്ടെന്നാവും. ചേച്ചി വന്നു 2 പ്രാവശ്യം പൈസ കളയോ ചേച്ചി? ശരി. ചേച്ചി മാറി, ചേച്ചി പോയി, കണ്ടില്ലേ? അപ്പോൾ ഓക്കെ, ചില സമയത്ത് ഓക്കെ ആവും, ചില സമയത്ത് ഓക്കെ ആവുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അജീഷ എവിടെ കടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിർത്തിക്കോട്ടോ. ചിക്കൻ റൈസ് കിട്ടുന്ന സ്ഥലത്താണ് നിർത്തിക്കോ. ഏതാ അത്? എന്തിട്ടാണോ? അത് കൊക്കക്കോളയുടെ പരസ്യമാണല്ലോ. പിടി കട തന്നെയാണ് അവിടെ നോക്കിയാൽ മതി. അത് ബേക്കറിയാന്ന് തോന്നുക. ബേക്കറിയാ, ഹോട്ടലല്ല. അല്ല ഹോട്ടലല്ല. ചിക്കൻ റൈസിനോട് അല്ല, അതല്ല. അതാവുമ്പോ പിന്നെ എന്താ പറയാ, ഫ്രൈഡ് റൈസ് പോലെ അങ്ങോട്ട് കഴിക്കാമല്ലോ. കറി തന്നെയല്ലടാ ഞാൻ പറയണത്, ഒരു രസം ഉണ്ടെന്ന്. ആ ഒരു ചിക്കന്റെ പീസ് അതിനകത്ത് വെട്ടിയിട്ടുണ്ട്. അതല്ല, അതിന് ചാറുള്ളതല്ലേ നോക്കണ്ട. അങ്ങനെയാണെങ്കിൽ കറി അല്ലെങ്കിൽ ഞാൻ മേടിക്കാറില്ല. കറി മേടിക്കല് കുറവാ എനിക്ക്. അങ്ങനെ മറ്റേ എന്താ പറയാ, കറി അല്ലെങ്കിൽ ആർഭാടമായി ഊണ് കഴിക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ പൊറോട്ട തന്നെ ഒരു ചാറ് കിട്ടിയാൽ മതി. എനിക്ക് അത്ര വേണ്ടു. മട്ടൻ ചാറെന്നൊക്കെ പറഞ്ഞിട്ട് ചാറ് കിട്ടില്ലേ, അത് ഇഷ്ടം. അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ബിരിയാണി ഇഷ്ടമാണ്. അല്ലാണ്ട് ഇങ്ങനെ കറി ആയിട്ടാകുമ്പോൾ അവർ ടേസ്റ്റ് വേറെ ആയിരുന്നു. ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, ഈശോ അത് എവിടേക്കാ പെട്ടച്ചു വരണേ. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ LNT റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടോ. അതിന് മുന്നേ എവിടെ വെച്ചാൽ നിർത്തിക്കോട്ടോ, ഗ്യാപ്പ് നോക്കിയിട്ട്. LNT റോഡ് സിംഗിൾ ആയിരുന്നേ, ഇതിപ്പോൾ സിംഗിൾ റോഡിലേക്ക് കയറാറായില്ലോ. അപ്പോൾ പെടുവോ? പിന്നെ നമുക്ക് നല്ല അല്ലെങ്കിൽ നല്ല തട്ടുകട കിട്ടാൻ ബുദ്ധിമുട്ടാ. പോയി ഒന്നും കിട്ടുമില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ കോയമ്പത്തൂർ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കയറി ടൗൺ ടച്ച് ചെയ്യണ്ടല്ലോ. കോയമ്പത്തൂർ ടൗൺ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അടികളെ പോയാൽ പോലെ. ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി ഒതുക്കിട്ടോ. ദേ ഇവിടെ ഒരു ചെറിയ തട്ടുകട ചായക്കട സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ട് അവിടെ അങ്ങോട്ട് ഒതുക്കി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് നമ്മൾ നേരെ ടൗൺ ടച്ച് ചെയ്യാണ്ട് LNT റോഡിലേക്ക് കയറുക, കോയമ്പത്തൂർ. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആ റോട്ടിലും നല്ല കടകളില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പിന്നെ വാളയാർ അവിടേക്കൊന്നും പോയി കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പില്ല, വലിയ കടകൾ അങ്ങനത്തെയുള്ള സെറ്റപ്പേ ഉള്ളൂ. ഇവിടെ എന്തോ അണ്ണ അങ്ങനെ കുത്തി പൊരിക്കണ്ടല്ലോ. ഇട്ടിട്ട് എന്താ കൊണ്ട് സാധനം എന്തിട്ടാണോ എൻ്റെ അമ്മ. കൊത്തു പൊറോട്ട. അജീഷ് ടയറിൻ്റെ ഉള്ളിൽ വല്ല കല്ലോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ഒന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ കളയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ടയറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കല്ലും സംഭവങ്ങളൊക്കെ ഫുള്ള് കുത്തി കളഞ്ഞിട്ട് നോക്കിയപ്പോൾ കുറേ കല്ലുകളുണ്ടായിരുന്നത്. ഇപ്പോഴും കണ്ടോ, ഇതിലൊരു കല്ല് നിൽക്കുന്നുണ്ട്. അവിടെ ഇവിടെ കല്ല് കയറി നിൽക്കും. അത് സംഭവം അത് ഈ കട്ടയുടെ ഉള്ളിലത്തെ ഗ്യാപ്പ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ല് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അജീഷ് ഇവിടെ ഒരു കല്ലുണ്ട് കേട്ടോ, ചെറിയൊരു കല്ലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ നമ്മൾ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള ടയർ ഉണ്ടല്ലോ, അപ്പോൾ ആ ടയറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് കയറാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം അതിൻ്റെ കട്ടയുടെ ഈ ഗ്യാപ്പ് നന്നായിട്ട് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കട്ട മേടിച്ചിടുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം അത് പിടുത്തം കുറയും. എന്നാലും അതുണ്ടെങ്കിൽ ഇതാണ്. അതായത് ഇവിടെ ഒരു കല്ല് കയറിയിരിക്കുന്നത്. കുഴപ്പമുണ്ടത് ചെറുതാ. പോയാ. അതേപോലെ ഗ്രീസ് അടുത്ത ദിവസം തന്നെ അടിക്കണം കേട്ടോ അജീഷ. നോക്കി ശരിക്കും ലോഡ് വണ്ടിയിൽ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രീസ് അടിക്കേണ്ട സമയം അതിക്രമിച്ചു. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും ഓടാൻ പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് ഞാൻ ഇന്നാൾ പറഞ്ഞതാ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ഇറക്കി കയ്യോടെ തന്നെ അടുത്ത ലോഡ് കയറ്റി, അതുകൊണ്ടാണ് പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഗ്രീസ് അടിക്കാണ്ട് ഓടണതല്ല. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. എന്തിട്ട് വേണ്ടേ, നിനക്ക് എന്തിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് പറയാം. കൈ എഴുതാൻ എന്തായാലും ഇരുന്നിട്ട് ചോദിക്കാൻ എന്തിട്ടുള്ളത് എന്നുള്ളത്. ഇതാണ് നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. നെയ് റോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പേപ്പർ ദോശയുടെ അത്രയുണ്ട് അല്ലേ, പെരുസ്. ഇത്തന്നെ പെരുസ് കിടക്കുന്നത്. ദോശ വീഡിയോ എടുത്തു എന്നാൽ അങ്ങ് വെക്കി, ഓടിച്ചു വെക്കി അല്ല. അണ്ണ അതൊക്കെ ഓടിച്ച് പറിച്ച് വെച്ചു. നോക്കിയപ്പോൾ 2
ദോശയുടെ അത്ര 2 നെയ് റോസ്റ്റിൻ്റെ അവിടെ നമ്മുടെ അവിടുത്തെ 2 നെയ് റോസ്റ്റിൻ്റെ അത്രയുണ്ട്. ഒരു നെയ് റോസ്റ്റ് ബെഡാ ദോശ. ഇതിൻ്റെ പേര് ബെഡാ ദോശ, ബെഡാ നെയ് റോസ്റ്റ്. ബെഡാ നെയ് റോസ്റ്റാണ്. കൊഞ്ചം മുട്ട പോതും. കൊഞ്ചം സൈഡിൽ പോതും പോതും. ചട്നി இருக்குதா? ചട്നിയും കൂട്. എല്ലാം എന്തായാലും ടേസ്റ്റ് ആവട്ടെ. ഇവൻ എന്നിട്ട് പറഞ്ഞേക്കണത് കൊത്തു പൊറോട്ട. നിന്റെ കൊത്തു പൊറോട്ട അവിടെ കൊത്തണം. കൊഞ്ചം പോടും. പോതും പോതും എണ്ണ നിറയെ സംഭവങ്ങളായി. അപ്പോൾ അവൻ്റെ അവിടെ കൊത്തു പൊറോട്ടയാണ് അവിടെ കൊത്തിക്കൊണ്ടിരിക്കണം പടപടയിൽ. എന്തായാലും ചേട്ടൻ്റെ അവിടെ നിന്ന് ദോശയും സാധനങ്ങളൊക്കെ കഴിച്ചിറക്കി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ല സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാഫ് എന്ന് പറയായിരുന്നു. ബിരിയാണി ആണെങ്കിൽ ഹാഫ് എന്ന് പറയായിരുന്നു. അതേപോലെ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഹാഫ് എന്ന് പറയായിരുന്നു. ഈ നെയ് റോസ്റ്റ് ഹാഫ് എന്ന് പറയാൻ പറ്റാത്ത കാരണം പെട്ടുപോയി. ഇത്ര വലിയ നെയ് റോസ്റ്റ്. ശരിക്കും ആ നെയ് റോസ്റ്റിലില്ലേ അത്ര ഫുള്ള് ആള് നെയ്യ് ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ലിറ്റർ നെയ്യ് വേണം. അത്ര വണ്ട നെയ് റോസ്റ്റായിരുന്നു. എൻ്റെ പൊന്നെ കഴിച്ച് തീർന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കളയേണ്ട ഒന്നുമല്ല, എന്താ ചെയ്യുക. അതേപോലെ തന്നെ അജീഷ് കൊത്തു പൊറോട്ട പറഞ്ഞ ഇനി ഉണ്ടായിരുന്നു 1/2 കിലോയാ. വയർ ഫുള്ള് പൈസയും വലിയ കൂടുതലൊന്നും ഇല്ല കേട്ടോ. സംഭവം വലിയ ടേസ്റ്റ് ഉണ്ടെന്നല്ല പറയണം. വലിപ്പം ജാതി ക്വാണ്ടിറ്റി എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ കോയമ്പത്തൂർ കഴിഞ്ഞ് പാലക്കാട് കഴിഞ്ഞ് നമ്മൾ നേരെ പോകാൻ പോണത് മണ്ണാർക്കാട്. അങ്ങനെ മണ്ണാർക്കാടല്ല, ആ വഴി എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഏതാണെന്നുള്ളത്. അജീഷിന് അറിയില്ല. ഒരു മാപ്പ് ഇടണം. മാപ്പ് ഇട്ടിട്ട് നേരെ അങ്ങനെ താമരശ്ശേരി ചുരം അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വാളയാറ് ടോള് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള സ്ഥലത്ത് നിന്ന് ഡീസലടിച്ച് ഫുള്ളാക്കി. അപ്പോൾ ഡീസലടിച്ച് ഫുള്ളാക്കിയപ്പോൾ കിലോമീറ്റർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ മൈലേജ് ഭയങ്കര ഷോർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെന്താണ് അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടമാനം കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 3.6 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവറേജ് നോക്കുമ്പോൾ 3.6ൻ്റെ ഒരു ആവറേജ് പിടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 3 കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ പ്രാവശ്യം നോക്കിയപ്പോൾ 2.8 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഇനിയിപ്പോൾ ചുരം കയറുമ്പോൾ എത്രയാവും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ചില സ്ഥലത്ത് ഓട്ടോമാറ്റിക്കലി റീഡാവും, ചില സമയത്ത് റീഡാവില്ല. ചില സ്ഥലങ്ങളിൽ മാത്രം. പോലീസ് നിൽക്കണ്ടല്ലോ രാത്രിയിൽ. എന്താണോ സ്പെഷ്യൽ ഇതൊക്കെ കിട്ടിയിട്ട് നിൽക്കണത് കേട്ടോ വണ്ടികൾ പിടിക്കാനായിട്ട്. അല്ലല്ല, ഇതൊരു ബസ്സിൽ അങ്ങനെ തന്നെയാണ്. അപ്പം മന്ത്രിമാരാരെങ്കിലും വരണ്ടാവും. ഞാൻ വിചാരിച്ചു സാധാരണ ഇങ്ങനെ അവർക്ക് വല്ല ഒറ്റക്ക് കിട്ടിയിട്ടേ വണ്ടിയിൽ അത് കിടത്തണ്ട് ഇത് കിടത്തണ്ടെന്നൊക്കെ പറഞ്ഞ എക്സൈസും പോലീസൊക്കെ വന്നിങ്ങനെ നിൽക്കും. പക്ഷേ ഇതല്ല. ഒരു വണ്ടി പോലീസ് എന്ന് പറയുമ്പോൾ പിന്നെ മിക്കവാറും വല്ല മന്ത്രിമാർ വരുന്ന എസ്കോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല സംഭവത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്ഥലം പാലക്കാടാണ് കേട്ടോ. പാലക്കാട് നിന്ന് പെരിന്തൽമണ്ണ അല്ലടാ, പിന്നെ പെരിന്തൽമണ്ണ അങ്ങനെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. നമ്മളങ്ങനെ പാലക്കാട് വഴി നേരെ മണ്ണാർക്കാട് കയറിയിട്ടാ. മണ്ണാർക്കാട് നിന്ന് നേരെ ഇനി അടുത്ത് പോകുന്നത് ഈ റൂട്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ എങ്ങനെ പോകണത്. അജീഷിൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ. പിന്നെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റം ഇറക്കം അതുപോലെ തന്നെ വളവൊക്കെയുള്ള വഴിയാണ് ശരിക്കും പറഞ്ഞാൽ. അജീഷ് അവിടേക്ക് പോയി ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് നിർത്തിയതാണ് കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊരു മയക്കം വന്ന് ഞാനൊന്ന് കുറച്ച് നേരം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കണ്ണടക്കുക. അവിടെ നിന്ന് ഇവിടെ പോരുമ്പോൾ മണ്ണാർക്കാട് കിട്ടാൻ ചായ കുടിക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ എന്തായാലും അവൻ്റെ ടയർ കാര്യങ്ങൾ നോക്കാൻ തോന്നുന്നു. അങ്ങനെ അജീഷിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുത്തിട്ട് ഞാനങ്ങോട്ട് ഓടിക്കാനായിട്ട് കയറിയായിരുന്നു കേട്ടോ. നമ്മളുടെ ഏതായിരുന്നു കയറിയ സ്ഥലം? മണ്ണാർക്കാട് ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ പോകുന്നത് കോഴിക്കോട് റൂട്ടിലേക്കാണ്. കോഴിക്കോട് റൂട്ടിൽ കോഴിക്കോട് എത്തനേക്കാളും മുന്നേ തന്നെ എവിടേക്ക് തിരിയുന്നത് അജീഷ് പറഞ്ഞേ? പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് മുക്കം വഴിക്ക് തിരിയും. അത് പെരിന്തൽമണ്ണ വഴിക്ക് തന്നെയാണ് നമ്മൾ പോണത് ശരിക്കും. പെരിന്തൽമണ്ണ കഴിയണം മുക്കത്തേക്ക് കിടക്കണമെങ്കിൽ. പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടൊന്നും ഞാനൊക്കെ ഏറ്റവും കുറവ് വന്നിട്ടുള്ള റൂട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും കേട്ടോ.
നമ്മളുടെ കോഴിക്കോട് റൂട്ടിലെ കണ്ണൂർ റൂട്ടിലേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ട്, അതുപോലെ മലപ്പുറം ആ സൈഡിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ഇവിടുന്ന് മണ്ണാർക്കാട് ഈ സൈഡ് ഏറ്റവും കുറവ് നമ്മൾ വന്നിട്ടുള്ളൊരു വഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഭാഗങ്ങളിലൊക്കെ വഴീനെ കുറിച്ച് യാതൊരു ധാരണയില്ല. മണ്ണാർക്കാട് പിന്നെ ഇവിടെയുള്ളത് ഏതാ, ആനക്കട്ടിയല്ലേ നമ്മൾ നേരത്തെ കണ്ട, എത്രനേക്കാളും മുന്നേ അല്ലേ? അതൊക്കെയല്ലേ ഊട്ടി വഴിയൊക്കെ പറയണത്, അട്ടപ്പാടി റൂട്ടില്ലേ? ആ വഴിക്കൊന്നും ഞാൻ പോയിട്ടില്ല. അട്ടപ്പാടി, അതുപോലെ അതിലത്തെ ഈ ആനക്കട്ടി റൂട്ട്, അതുപോലെ ഊട്ടി റൂട്ട് ഇതൊന്നും പോയിട്ടില്ല. അഗളിയിലെ എന്തായാലും ആ റൂട്ടില് അടുത്ത ദിവസം പിടിക്കണം. ബാക്കിയുള്ള ആ വഴിക്ക് കയറ്റി വിടുമോ? ആ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വഴിക്കാ പോവാ. ഇതേവരെ പോവാത്ത റോഡാവട്ടെ, കാട ഫോറസ്റ്റ്. അപ്പൊ ഇത് കയറ്റി വിടുന്നത് പോവാ. ആ, ഈ വണ്ടി കയറ്റി വിട്ടില്ലെങ്കിൽ പണിയായി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ആ വഴിക്കൊന്നും കയറി പോകാൻ ചെറിയ ആഗ്രഹം. പാലക്കാട്ടേക്ക് ഇങ്ങോട്ട് ചെറിയ വഴി കാണിക്കുന്നുണ്ട്. അപ്പൊ രാത്രിയിലുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളൊന്നും തീരില്ല കേട്ടോ, സുഖമായിട്ട് പോകാൻ പറ്റില്ല. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റിറക്കം വളവ് തിരിവ്, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ യാതൊരു കുഴപ്പമില്ല. വണ്ടികളൊക്കെ വല്ലപ്പോഴും വരുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ. അതായത് എന്താ പറയാ, തീരെ ഇങ്ങനെ നീങ്ങാത്ത പോലത്തെ തോന്നലില്ല കേട്ടോ. സാധാരണഗതിക്ക് ഇങ്ങനത്തെ വഴിക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ നീങ്ങണില്ല എന്നുള്ളൊരു ഇത് വരും. ആ, പക്ഷെ അത് കാരണം പിന്നെ കുഴപ്പമില്ല എന്തായാലും. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോ പായൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചു കെട്ടേണ്ട വരും അല്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പ്ലാസ്റ്റിക് ചാക്കല്ലേ, ഫുള്ള് പ്ലാസ്റ്റിക് ചാക്കും 50 കിലോ ചാക്കും ആയതുകൊണ്ട് തന്നെ ഈ സാധനം കുറച്ച് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കുവേ. അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് വലിച്ചു കെട്ടിയില്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നിലത്ത് പറക്കേണ്ട വരും ചാക്കൊക്കെ. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അട്ടി ചെരിഞ്ഞു പോകൂലേ? അപ്പൊ ചുരം കയറുമ്പോ അട്ടി ചെരിഞ്ഞിട്ട് സാധനം റോട്ടിൽ പോയിട്ട് എണ്ണ അവിടുന്ന് കയറ്റിപ്പിണ്ടായിരുന്നു, ഇവിടെ വന്നിട്ടില്ല എന്ന് പറയേണ്ട പോലത്തെ ഉണ്ടാവും. അല്ല, ചാടി കഴിഞ്ഞാൽ നമ്മളപ്പോ അറിയില്ലേ? ചാടിപ്പില്ല, ഒരു സൈഡിക്ക് തൂങ്ങും വണ്ടി ചെരിഞ്ഞിട്ട്. അങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി പായിനുള്ളിൽ പോയില്ല സാധനം. അങ്ങനെ പോകാനുള്ള ഗ്യാപ്പ് അത്ര അത്രയും ഗ്യാപ്പൊന്നും വിട്ട് കിട്ടിയിട്ടില്ല. തൂങ്ങിക്കിടക്കും ഒരു സൈഡിക്ക്. അപ്പൊ ഇങ്ങനെ ഈ ലോഡ് ചെരിഞ്ഞ വണ്ടികൾ റോഡിൽ പോണ പോലത്തെ ഇതായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. എനിക്കിതിനെ പറ്റി അറിയില്ലാത്ത കാരണം പിന്നെ പ്ലാസ്റ്റിക് ചാക്ക് കയറ്റി എപ്പോഴും കെട്ടി കെട്ടിക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് നിനക്ക് ഇതിന് മുന്നേ അങ്ങനെ റോഡ് ചെറിയ അങ്ങനത്തെ അനുഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടോ? പ്ലൈവുഡ് കയറ്റിട്ട് അതാണ്, അങ്ങനെ ചരിഞ്ഞൊന്നുമില്ല, ഇച്ചിരി തള്ളി. പക്ഷെ അത് വണ്ടിയിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു, ബെൽറ്റ് ടൈറ്റ് ചെയ്ത് പിന്നെ പ്രശ്നമില്ല. ഓ, അപ്പൊ അങ്ങനെ തള്ളാവുന്ന സമയത്ത് ബെൽറ്റാ നല്ലതല്ലേ കയറിനായിട്ടും? അല്ല, കുറെ ആൾക്കാർ പറഞ്ഞേ മറ്റേ കയറ് മാറ്റി ബെൽറ്റാക്ക് എന്ന് പറഞ്ഞേ. അപ്പൊ അതാണ് ചോദിച്ചോ. ഇത് കയറ് കെട്ടി, ബെൽറ്റ് കെട്ടി കയറ് കെട്ടി. ഇപ്പൊ ഇതില് കണ്ടെന്ന് പറഞ്ഞാൽ ബാക്കിലും ഇടയിലും രണ്ടിലുമായിട്ട് 3 ബെൽറ്റിന് ഒരു 2-3 ബെൽറ്റ് ഇട്ട് കൊടുത്ത സംഭവം സ്ട്രോങ്ങായി. പിന്നെ നമ്മുടെ നാട്ടിലെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിറച്ച് ഹമ്പ് കൊണ്ടിട്ടിട്ടില്ല. തമിഴ്നാടാണെങ്കിൽ ഇപ്പൊ 1500 ഹമ്പ് നമ്മള് ഈ വഴിക്കൊക്കെ ചാടുന്ന സമയം കഴിഞ്ഞല്ലേ? എവിടെ ഇറക്കണ്ട, അല്ലെങ്കിൽ എവിടെ ഒരു സ്ഥലത്തുണ്ടോ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിലും വലിയ ഇതില്ല. തമിഴ്നാട് ചാടും പോലെ അല്ല, ഇവിടെ കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞത്. തമിഴ്നാട്ടിലാണ് എല്ലായിടത്തും മുട്ടിന് ഈ സാധനം. ഇവിടെ കുഴപ്പമില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല, ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിലും അത്ര ചാട്ടില്ല. ഇവിടെ ഇട്ടിട്ടുള്ളത് വെറും മരങ്ങൾ മാത്രമേ കൂടാ, അതുകൊണ്ട് ഇവിടെ ഹമ്പില്ലല്ലോ. ഈ വഴിക്ക് നൈറ്റ് സർവീസ് ബസ്സുകളൊന്നും ഇല്ലാത്ത വഴിയാന്ന് തോന്നില്ല. അപ്പൊ ഇതൊക്കെ ടൂറിസ്റ്റ് ബസ് തോന്നില്ല. കാരണം അധികം വണ്ടികളൊന്നും കണ്ടില്ലേ, ബസ്സുകൾ എന്ന് പറഞ്ഞാൽ തീരെ കണ്ടില്ലേ. പൾസർ കാണാനേ പൾസറാണ് ഗ്യാസ് വണ്ടി. അതെവിടുന്ന് വരുന്നതാ? മംഗലാപുരത്ത്. അപ്പൊ ഈ റോഡ് നല്ല വലിപ്പമുള്ള റോഡാണല്ലേ ഇത് ചേട്ടാ? നമ്മുടെ മറ്റേ കോഴിക്കോട് റോഡില്, അവിടെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന റോഡില്ലേ, രാമനാട്ടുകാരെ പോയി മുട്ടത്. അങ്ങനെ നമ്മള് കുറേ ദൂരം ഇങ്ങോട്ട് ഓടിച്ചു വന്നപ്പോൾ എൻ്റെ ഷൂന്നൊരു ശബ്ദം നോക്കിയപ്പോൾ ഒരു ടയറ് അങ്ങോട്ട് പൊട്ടുക എന്ന് പറഞ്ഞാൽ പൊട്ടി തെറിയല്ല, എയർ മൊത്തം അങ്ങോട്ട് ലീക്കായിപ്പോയി. എന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ ടയറാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. കണ്ടു, ഇതിൻ്റെ എവിടെയോ ഒരു ലീക്ക് വന്നിട്ടുണ്ട്.
ഇതെങ്ങനെയാണ് ഏതാണോ എന്താണോ എന്നുള്ളത് അറിയില്ല, സംഭവം അഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ടയർ അഴിക്കാറായി. അപ്പോൾ ഞങ്ങൾ പണി തുടങ്ങട്ടെ. എന്തായാലും ഇതൊക്കെ ഒരു അനുഭവമല്ലോ, ടയറൊന്നും പൊട്ടാണ്ടിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ ടയറൊന്നും നാശാകൊണ്ടിരിക്കില്ലല്ലോ. അജീഷ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അജീഷ് സ്റ്റെപ്പിനിമേലല്ലേ തുടങ്ങിയേക്കണേ? ഞാൻ വീൽ കപ്പമ്മ അല്ലേ? സ്റ്റെപ്പിന് ഇത് കുഴപ്പമുണ്ടാവില്ല അല്ലേ? വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇത് തന്നെ അഴിച്ചിടാം. അപ്പോൾ എന്തായാലും ഈ ടയർ അതിനിടുക. അതേപോലെ തന്നെ ഞാൻ വീൽ കപ്പ് അഴിക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ. ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തരും പടപട സംഭവം തീരും. ഗായ്സ് എൻ്റെ പന്നെ. അപ്പോൾ നമ്മൾ വീൽ കപ്പും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തു കേട്ടോ. വീൽ കപ്പും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്ത് ഓരോന്ന് ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സാധനങ്ങളൊക്കെ അടുപ്പിച്ച് പിന്നെ നമ്മൾ മെഷീൻ വെച്ചിട്ടാണ് ഈ സാധനം ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഴിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. കാരണം കയറി നിന്ന് ചവിട്ടി നല്ല ബലം കൊടുത്താൽ മാത്രമേ പറ്റണുള്ളൂ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും അഴിച്ചെടുക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ കയറ്റിറക്കുള്ള വഴി ആയതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ കേട്ടില്ല. വെള്ളം കുടിക്കാനാ? ആണോ? വെള്ളം, ഒരു കപ്പ് വെള്ളം എടുക്കണം. ആയിക്കോട്ടെ. എന്താ വെച്ചാൽ കയറ്റിറക്കുള്ള വഴികളൊക്കെ ആയിരുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കപ്പിൽ വെള്ളം എടുക്കാൻ പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നു വീലിൽ നെട്ടുമ്പോൾ അങ്ങനെ ഒഴിക്കാനായിരിക്കും കപ്പിൽ വെള്ളം. ഇവിടെ കുറച്ച് വെള്ളം ഞാൻ അവിടെ നിന്ന് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനൊരു ആവശ്യത്തിന് എന്തായാലും എടുക്കാൻ പറ്റി. പിന്നെ കയറ്റിറക്കുള്ള വഴിയായിരുന്നു. ബ്രേക്കൊക്കെ ചെറുതായിട്ട് ചവിട്ടുക അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ആകെ ഒരു അരമണിക്കൂർ നിർത്തിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു ഒഴിക്കാനാ? ലൂസ് ചെയ്യാം, ഞാൻ ലൂസ് ചെയ്തോളാം. മറിക്കോ, നീ ഇതാക്കി വെച്ചോ. പിന്നെ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത് നല്ല സ്ഥലം കേട്ടോ. റോഡിൻ്റെ സൈഡിൽ ടൈലൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് എന്തായാലും ഇതായത്. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. ഇതാക്കി എവിടെ വയ്ക്കുക? ആ കട്ട പോരെ? ഹൈഡ്രോളിക് ജാക്കിയിൽ ഇതേവരെ ഞാൻ പണിതിട്ടില്ല. മറ്റേതിനെ വിട്ടിട്ട് ഇത്തിരി എളുപ്പമുണ്ടെന്നുണ്ടല്ലേ, മറ്റേ ജാക്കിനെ വിട്ടിട്ട്. ഇങ്ങനെ ഇടയ്ക്ക് കിട്ടാറുണ്ടോ പഞ്ചറൊക്കെ അജീഷ? അല്ല, ഈ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ടോ വണ്ടി മേടിച്ചിട്ട് പഞ്ചർ കിട്ടുന്നത്. ഫസ്റ്റ് പഞ്ചർ ഒരു മാസം കഴിഞ്ഞപ്പോൾ. ഇതിപ്പോൾ എവിടെയാണ് ഇതിൻ്റെ പൊട്ടിയേക്കണത് കണ്ടില്ല. ടയർ വലിയ കുഴപ്പമുള്ള ടയറൊന്നും അല്ലാന്നേ, കട്ടയ്ക്ക് ഉണ്ട് അത്യാവശ്യം. എന്തേ ഇറക്കണേ? ഇതിന് പൊന്തിക്കണം. അപ്പോൾ 25 ടൺ നമ്മളങ്ങനെ പൊക്കണം അല്ലേ? ഇതൊന്ന് പൊക്കട്ടെ കേട്ടോ. ഞങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഞാൻ നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ല എന്നുള്ളത് ഓർമ്മയില്ല. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടോ നോട്ടെ. ഇട്ടിട്ടുണ്ടാവും, ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഈ പറഞ്ഞ പോലെ ഇട്ടുണ്ട്. ഇട്ടണ്ടാ വലിയ ലിവർ എന്നാ പിടിച്ചോ. വലിയ ലിവർ പിടിച്ചോ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് യൂസ് ആക്കിയാൽ മതിയോ? യൂസ് ചെയ്യട്ടെ. കണ്ണ് കാണും നിനക്ക്? കുഴപ്പമില്ല. വലിയ ലിവർ കൊണ്ട് ചെയ്യാൻ പറ്റണ്ടോ? പൊങ്ങി തുടങ്ങിയില്ല. ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ലൂസ് ചെയ്യാം. അപ്പോൾ അവനത് പൊക്കുന്ന സമയം കൊണ്ട് ഞാൻ അത് ലൂസ് ചെയ്യട്ടെ. വീൽ സ്പെയർ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പൂച്ചട്ടെ. ഇത് കണ്ടു സംഭവം. വീലിൻ്റെ എല്ലാ നെട്ടുകളും ഊരിയെടുത്ത് വെള്ളത്തിലിട്ടത്. എന്തിനാ വെള്ളം കൊണ്ടാൻ പറഞ്ഞാൽ എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, എപ്പോഴും മനസ്സിലായി. ടയർ ഊരിയെടുത്തുട്ടാ. അവിടെ ചോരി ഇതാണ് പഞ്ചർ ടയർ. അത് ഉള്ളിൽ തന്നെയാണോ ഇട്ട് കൊടുക്കണേ? അതെ പുറത്തിട്ടാ പോരെ? ഉള്ളിലത്തെ ടയറിനാണേ ഇവിടുത്തെ. ഇതെങ്ങനെ ഇത്ര പഞ്ചർ നെക്ക് പോയതാണോ എന്താണോ പറ്റിയ സംഭവം? ഒറ്റയടിക്ക് എയർ മുഖം പോയി. ഡാഷ്ഗഡിയിൽ പൊക്കേണ്ട വരുവാടാ. ജാക്കി കയറാൻ ചാൻസ് ഇല്ല. എന്നൊക്കെ ഞാനും കൂടി പിടിക്കാം.
എൻ്റെ കാല അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പുള്ളി ഡിസ്കിൻ്റെ ചൂടുകാരനെ കാലയിലെ മുട്ടിയ സാധനം നല്ല സുഖമുണ്ട്. വെള്ളം കളയണ്ടായിരുന്നു കാലുമ്പോൾ മുട്ടിക്കാൻ. അയ്യോ ഡിസ്കുമ്പോൾ തുറണ്ടാട്ടാ. ഇത് പുറത്തത്തെ കുഴപ്പമില്ല, ഇത് സ്റ്റെപ്പിനെ ആയതുകൊണ്ട്. വെയിലെന്തായാലും നെട്ടെന്തായാലും കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഭാഗമായി. അയ്യോ ഇല്ല, അത് അതിൻ്റെ ഉള്ളിൽ വിട്ടു. പൊക്കി കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. ഇതുണ്ട്. ലാസ്റ്റ് ഇല്ല. ഇത് ഭയങ്കര ചൂടാണല്ലോടാ. ഇവിടെ കയറി. അതിൻ്റെ ഇടയ്ക്ക് കാല് പൊള്ളി. കോളക്കാണത്. ടൈറ്റ് ചെയ്യട്ടെ കേട്ടോ. ആദ്യം എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ലിവർ കൊണ്ട് ചവിട്ടി ടൈറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ജാക്കി ഇറക്കാനായിട്ട്. ജാക്കി ഫുള്ള് ഇറക്കിയിട്ട് പിന്നെ ഒന്ന് പിടിച്ചു വെക്കണം ടൈറ്റ് ആക്കാനായിട്ട്. അയ്യോ പിടിക്കാൻ പറ്റണില്ല, ചൂടായി. അപ്പം പിടിക്കൂലേ. ഇനിയിപ്പോൾ നമ്മൾ ജാക്കി ഇറക്കണേക്കാളും മുന്നേ ഒരുവിധം ടൈറ്റ് ചെയ്യാനുണ്ട്. ജാക്കി ഇറക്കി കഴിഞ്ഞിട്ട് ഫുൾ ടൈറ്റ് ചെയ്യാനില്ല. കാരണം ഇനി വീണ്ടും ഇത് മാറ്റി നിറയ്ക്കുക. അപ്പുറത്തെ ആ സ്റ്റെപ്പിന് തന്നെ പഞ്ചർ ഒട്ടിച്ചതിന് ശേഷം ഇടാനുള്ളതല്ല. പിന്നെ നമ്മുടെ കയ്യിലൊരു ഫ്ലാപ്പും ട്യൂബും ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫ്ലാപ്പോ അല്ലെങ്കിൽ ട്യൂബോ പോയതാണെങ്കിൽ തന്നെ വണ്ടിയുടെ ഉള്ളിലുള്ള കാരണം അതിട്ടിട്ട് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം വലിയ കുഴപ്പമില്ല. നോക്കി നോക്കട്ടെ, ഇനി ഊരിയാലേ അറിയുള്ളൂ എന്താണ് സംഭവിച്ചതെന്ന്. അതെന്താ സംഭവിച്ചതെന്ന് നോക്കാൻ പോയപ്പോഴാണ് എൻ്റെ കാലുമേലേക്ക് തന്നെത്താൻ ചാരിയത്. അതാണ് കാല് പൊള്ളിയെ. വലിക്കാം. സ്റ്റെപ്പിനെ കൂടി പൊക്കി വയ്ക്കുകയാണ് കേട്ടോ. പ്രതികരിക്കും. രണ്ട് ദ്രുവത്തിലാണല്ലോ. ഓക്കെ കൈമാറ്റി അതിനോട്ടിവിടെ ഉണ്ട്. കഴുത്തോ രണ്ടെണ്ണം മതിയില്ലേ. അപ്പോൾ സ്റ്റെപ്പിനെയും അങ്ങനെ കയറ്റി വെച്ചു. ഇതാണ് പഞ്ചറായ ടയർ. ഇനിയിപ്പോൾ ഇത് ഏറ്റവും അടുത്ത സ്ഥലം എവിടെയാന്ന് നോക്കി പഞ്ചർ ഒട്ടിക്കണ്ടേ ആദ്യം. പഞ്ചർ ഒട്ടിക്കണ്ടേ? പഞ്ചർ ഒട്ടിച്ച് മാറ്റിയിട്ടണ്ടേ? ആ പഞ്ചർ ഒട്ടിച്ച് വെക്കണ്ടേ? ചോദിക്കണേ ഇനി വല്ല പഞ്ചർ ആയാൽ പിന്നെ ഇടാൻ സാധനം ഇല്ലാണ്ടാവില്ലേ നമ്മുടെ ഏത് ലിഫ്റ്റ് വീല് പൊക്കി വെച്ച് പോകും. പിന്നെ അപ്പം 3 വരെ ഇനി പഞ്ചറായാലും നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെന്ന് അല്ലേ? ശരി, വല്ല പുത്തൻ ടയറാ, അതൊന്നും കുഴപ്പമില്ല. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. നിർത്തിയിട്ടേ വേണമെങ്കിൽ വല്ല സർവീസ് സ്റ്റേഷനിൽ കയറ്റി എല്ലാ വീലും വെള്ളം അടിച്ചിട്ട് പോവാം. എവിടെ അടിവാരത്താ? എവിടെയാന്ന് വെച്ച് നിർത്താം. കൈ കൊണ്ട് ടൈറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. സെൻറ്റർ പോന്നു. അപ്പോൾ അതിലും കഴിഞ്ഞു. ബാക്കിയുള്ള ടൈമൊന്നും നോക്കട്ടെ കേട്ടോ, കുഴപ്പമില്ല. ചൂടുണ്ട് ചൂടാറിയിട്ടില്ല.
ഇതേ ഈ വീൽ കപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് അജീഷ് പറഞ്ഞ് എനിക്കറിയില്ല, കാറ്റ് കിടക്കണില്ല എന്ന് ടയറിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അത് കാരണം ചൂടാവാനുള്ള ചാൻസ് പെട്ടെന്ന് കൂടുതലാണ്. നമ്മൾ ഭംഗിക്ക് വേണ്ടി ഓരോരോ സംഭവം ചെയ്യുമ്പോഴും അതൊക്കെ നമ്മളുടെ ഓരോരോ പ്രവർത്തനത്തിനെ ബാധിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ സാധനങ്ങളൊന്ന് കയറ്റി പറിച്ച് കേൾക്കട്ടെ ഗൈസ്. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് പറക്കി ഉള്ളിലേക്ക് ഇതാക്കിയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇനി ഇതും കഴിഞ്ഞു, ഇതടച്ചു. ഇനി വീൽ കപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. വീൽ കപ്പ് ഇട്ടിട്ടേ നമ്മൾ ടയർ മാറ്റിയിട്ടതിന് ശേഷം ഇടാം. അത് ഈ ഗ്യാപ്പിലിരിക്കട്ടെ. ഇനി പൊട്ടി പോവാണോ ഗ്യാപ്പിൽ വെച്ചാൽ എന്തായാലും തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇരിക്കട്ടെ, നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ വെച്ചു. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ബാക്കിലേക്ക് വെച്ചു. ശീശോ കഴിഞ്ഞു. അപ്പോൾ ഏറെക്കുറെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. ഇനി എല്ലാം നോക്കിയല്ലേ എന്ന് ചുറ്റുപുറം ഒന്ന് നടന്നു നോക്കട്ടെ, എന്തെങ്കിലും സാധനം മറന്നു വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഈശോയെ പറയാൻ പറ്റില്ല. ഇനി പോയിട്ട് തിരിച്ചു വരവ് നടക്കില്ല. ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ചിറ്റിക, ബ്രഷ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഐഷോയൊക്കെ വേറെ ഒന്നുമില്ലല്ലോ, ഒക്കെ ഓക്കെ അല്ലേ? നല്ല പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇനി എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം നിർത്തി തരണം. ഇനി ചൂടാക്കിക്കാനല്ലേ, കുഴപ്പമൊന്നുമില്ല. എല്ലാം ഓക്കെ. അപ്പോൾ പോവാം. ഒരു ഉഷാറായി കേട്ടോ. അടിപൊളി. ബേസി ഫുള്ള് ടർബോയിലിട്ടേക്കണേ. എയർത്ത് കുളിച്ചു. അപ്പോൾ മൂക്കൊന്ന് കഴുകി ഒന്ന് ക്ലിയറായി. അപ്പോൾ അടിവാരം വരെ ഇങ്ങോട്ട് പോകാന്ന് വെച്ചിട്ട് അവിടെ കൊണ്ടുവന്നിടാന്ന് വെച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല സ്ഥലമല്ലേ? അവിടെ ഒരു ചായ എങ്ങനെ കിട്ടുമോ? അപ്പോൾ ചായ കുടിച്ച് നിൽക്കാന്നല്ലേ. ഐഷു വേർത്ത് കുളിച്ചു, ഞാനും വേർത്ത് കുളിച്ചു. എന്നാലും കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് ആയി. ശരിക്കും പറഞ്ഞാൽ പഞ്ചറൊക്കെ ഇടയ്ക്ക് കിട്ടിയാലും സ്ട്രോങ് ആവുള്ളൂ പറയില്ലേ. ഒറ്റയ്ക്ക് ആയി കഴിഞ്ഞാൽ ചെമ്പോ തീങ്ങനെ. ഇപ്പോൾ വെള്ള കാര്യം കുഴപ്പമില്ല, ചടപടാന്നായി. പോവാന്ന് നമുക്ക്. ഓക്കെ, മുക്കം ടൗണിലെത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കോഴിക്കോട്, നേരെ പോയി കഴിഞ്ഞാൽ താമരശ്ശേരി. എന്തായാലും 4:30 ആയിട്ടുള്ളൂ, സമയം 4:15 ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം അടിവാരത്ത് പോയി നിർത്തിയതിന് ശേഷമാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പോഴേക്കും വീലിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം കയറുമ്പോൾ വലിയ കാര്യമായിട്ട് ചൂടാവില്ല അല്ലേടാ? ചവിട്ട് വരില്ല. ഇറങ്ങുമ്പോഴേ കൂടുതൽ വരിക അല്ലേ? ശരിക്കും ഇത് കേറ്റിറക്കും വഴിയായതുകൊണ്ടേ നമുക്ക് ചവിട്ടിയും വെച്ചിട്ടല്ലേ വരുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം എന്തായാലും നോക്കി കണ്ട് മെല്ലെ പോകാൻ. ചില തമിഴിലൂരൊക്കെ മെല്ലെ വരുമ്പോൾ നമ്മൾ ഓട്ടേക്ക് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അവരൊക്കെ അരിച്ചരിഞ്ഞ പോണേ. അവിടെ എടുത്തിട്ട് നല്ല ചവിട്ടി മതിച്ചിട്ടുണ്ട്. അപ്പൊ മെല്ലെ ഇനി നമുക്ക് അധികം ഇതിന് ആർഭാടാവണ്ട, മെല്ലെ പോയാൽ മതി. ഞാൻ വിചാരിച്ച ടയറൊന്നും കുഴപ്പമില്ല, നമ്മൾ അങ്ങനെ പോയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിട്ടായിരുന്നത്. പക്ഷെ ചൂട് ഇത്രയധികം ആ വീൽ ഡിസ്കിലേക്ക് വരെ ആവുന്നുണ്ടെങ്കിൽ അത്രയധികം ചൂടാവുകൊണ്ട് വീലിൽ നിന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. എൻ്റെ കാല് കൊണ്ടീനേ. അപ്പൊ അത്രയധികം വീൽ ഡിസ്ക് ചൂടായിട്ടല്ലേ നിൽക്കുന്നത്. അതുപോലെ വീൽ കോട്ടമിലൊന്നും പിടിക്കാൻ പോലും പറ്റുന്നായിരുന്നില്ല, ആ നിലയ്ക്ക് ചൂടായി. അപ്പൊ പറഞ്ഞതല്ലേ, ഇനി നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ഓടും, ഒരു മണിക്കൂർ നിർത്തും. അങ്ങനെ ട്രാൻസിഷൻ ഓടാൻ ഉദ്ദേശിക്കുന്നത്. ചൂടേ പാടില്ല നമുക്ക്. ചൂട് നമ്മളുടെ വണ്ടിക്ക് കൊടുക്കരുത്. അപ്പൊ മറ്റേ ആ ബാംഗ്ലൂരോട്ടം പറഞ്ഞ 2 ദിവസം ബാംഗ്ലൂരോട്ടം പറഞ്ഞിട്ടല്ലേ. അപ്പൊ നമ്മള് ടയറൊക്കെ പുത്തടയർ മേടിച്ചിടും. അത് വീൽക്കപ്പ് കഴിച്ചു കളയും. വണ്ടിയുടെ ഭംഗി നശം കുറയ്ക്കും. അങ്ങനെയാണെങ്കിൽ 2 ദിവസം ഓടി എത്തിയാൽ മതി, കുഴപ്പമില്ല. അല്ല അങ്ങനെയല്ല, നമ്മൾ വീൽക്കപ്പ് ഊരി എടുക്കും, പുത്ത ടയർ ഇടും. വീൽ കപ്പുള്ള കാറ്റ് കിടക്കുന്ന. അപ്പൊ അത് ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ വണ്ടിയുടെ ഭംഗി നശം കുറച്ചിട്ട് കാശ് കിട്ടാനുള്ള പണികൾ നമ്മൾ നോക്കും. എങ്ങനെയാണ് നമുക്ക് കൊട്ട നേരെ തന്നെയല്ലേ? നേരെ തന്നെയാവും അല്ലേ? വഴി നോക്കണോ? ഒന്നും കുഴപ്പമില്ല. നിന്റെ വിശ്വാസമാണ് എന്റെ വിശ്വാസം. എന്തായാലും ഞങ്ങളിവിടെ ഒതുക്കി നിർത്തിയിട്ടാ. ഈ സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണെന്നുണ്ട് എയർ കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ചുരം കയറാനായിട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചുരം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതേ തൊട്ടിപ്പുറത്തൊരു ചായക്കട ഉണ്ട്. ചായയൊക്കെ കുടിച്ച് ഒരു അരമണിക്കൂർ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പോകണുള്ളൂ. ഒന്ന് ചൂടാറി ഒന്ന് ക്ലിയർ ആവട്ടെ വണ്ടി. ഇവിടെയൊക്കെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ അവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിർത്താൻ തുണ്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ഇല്ല, താക്കോല് കയ്യിലില്ലേ? അപ്പം തൊട്ടപ്പുറത്തൊരു ചായക്കടയുണ്ട്. പോയി ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നു. ചായ കുടിച്ചെന്ന് പറയാൻ പറ്റുന്ന ജീവ ഇവിടെ നിർത്താനൊന്നും പറ്റില്ല. ഇത് അവരുടെ പാർക്കിംഗാണ്, ഹോട്ടലിൻ്റെ പാർക്കിംഗ് ബെസ്റ്റായിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ട് തന്നെ അയാൾ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നിർത്താൻ പറ്റുന്നത്. റൂമുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ചായ കുടിക്കാൻ കയറി. ചായ ഒരു തല്ലിപ്പൊളി ചായയായിരുന്നു, ഒരു ലൈബ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് 10 കിലോമീറ്റർ അങ്ങോട്ട് പോകണമെന്നാണ് കേട്ടോ പറഞ്ഞത്, നമ്മുടെ അടിവാരത്തേക്ക്. അപ്പോൾ എന്തിനാ ജീഷ് പറഞ്ഞത് ഇവിടെ ഒതുക്കാന്ന്? അതെ, കുറച്ചങ്ങോട്ട് പോയിട്ട് ഒതുക്കാന്ന് എന്ന് പറയണേ.
നിരപ്പി കൊണ്ട് നിർത്താമെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ടോ നിൽക്കണ സ്ഥലത്തേ ലോഡായിട്ട് നിൽക്കണത്, ഒരു സൈഡ് ചെരിഞ്ഞിട്ടാണ് നിൽക്കണത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നിരപ്പിൽ കൊണ്ട് നിർത്താം. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകണുള്ളൂ. കാരണം ഒന്നുകൂടി ഒന്ന് ചൂടാറി ഒന്ന് തണുത്തതിന് ശേഷം ഇതിന് നേരം വെയ്യാലും കുഴപ്പമില്ല. കാരണം ഇനി കയറുന്ന സമയത്ത് ടയറൊക്കെ വേറെ പഞ്ചർ അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൗസർ പൊളിയും. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി കുറേ നേരം കഴിഞ്ഞിട്ടാണ് യാത്ര തുടങ്ങുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്ത് കൂടി അയച്ചോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ 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 ബൈ. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് അപ്പുറത്ത് കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങും. അതൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.